കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ സന്ദർശനം നടത്തി തിരിച്ചു പോകുമ്പോൾ അത് ഒരു അനുഭവമായി മാറിയത് ഒരുപാട് പേർക്കാണ്. ഒരുപാട് പേർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി. അതിൽ ഏറ്റവും ശ്രദ്ധേയമാവുകയാണ് ഒരു ശബ്ദ സന്ദേശം. തൃപ്രയാർ മേൽശാന്തിയുടേതാണ് ഈ ശബ്ദ സന്ദേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത് ഏറെ വൈറലായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നരേന്ദ്രമോദിയുടെ തേജസ് കണ്ട് താൻ വളരെയധികം അതിശയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. സൂര്യ തേജസ്സിനെ വെല്ലുന്ന ഒരു മുഖഭാവമാണ് അദ്ദേഹത്തിൽ നിന്നും തനിക്ക് അനുഭവിക്കാൻ സാധിച്ചത് എന്ന് തൃപ്രയാർ മേൽശാന്തി പറയുന്നു. അദ്ദേഹത്തിന് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് നരേന്ദ്രമോദിയിൽ നിന്ന് കാണിക്ക സ്വീകരിച്ച് തിരിച്ചു പ്രസാദം കൊടുക്കുമ്പോഴുണ്ടായ ആ ഒരു അനുഭവമാണ് അദ്ദേഹം തന്റെ ശബ്ദ സന്ദേശത്തിലൂടെ വർണ്ണിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ തേജസ്സിന് കാരണം യോഗ ചെയ്യുന്നതാണോ എന്താണ് എന്നറിയില്ല. എന്തായാലും ആ തേജസ് വർണ്ണിക്കാൻ കഴിയാത്തതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു, പറയാണ്ട് വയ്യ. കാരണം അദ്ദേഹം നേരെ നടയിൽ വന്ന് തൃപ്പടിയുടെ താഴെയായിട്ട് വന്ന് നിവർന്ന് നിൽക്കുക, തൊഴുത് എന്തൊരു തേജസ്സ കാണാൻ. അദ്ദേഹം അവിടെ നിന്നു നേരത്തെ ശ്രീരാമസ്വാമി നോക്കി തൊഴുതു. കയ്യിലുള്ള ഒരു കുടം വെള്ളിയുടെ നെയ്ക്കുടം വെച്ചു, ഒരു കൊല കദളിപ്പഴം, പൂവ്, ഇതൊക്കെ പടിയിൽ സമർപ്പിച്ചു. അപ്പം അതിനുശേഷം ഞാൻ അകത്തുനിന്ന് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഒരു 3-4 തൃപ്പടി താഴേക്ക് ഇറങ്ങി മുഖാമുഖം നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം നേരെ നോക്കി ശ്രീരാമജയം എന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ടും പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ അദ്ദേഹം സമർപ്പിച്ച ദ്രവ്യങ്ങളെല്ലാം ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ വേണ്ട പോലെ കൊടുത്തു. ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, അത്ര അധികം വല്ലാത്തൊരു വൈകാരിക നിമിഷമാണത്. കാരണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ആളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോഴേ ആ തേജസ് കാണും, സൂര്യൻ ഉദിച്ച് നിൽക്കണ പോലെയാണ്, അത്രയും പവർഫുള്ളാണ്. കാരണം യോഗ ചെയ്യണതിൻ്റെ ആ പ്രത്യേകതയും ആ ഒരു പ്രൗഢിയും. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ നമ്മൾ ആരുമല്ല എങ്കിലും ആ തേവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേകത നമുക്കുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ വളരെ വിനയാനുമായി നിൽക്കണം. അദ്ദേഹം ഇങ്ങോട്ടും അതേപോലെ വിനയത്തോടുകൂടി നിൽക്കണം. അതൊക്കെ ഒരു വളരെ വല്ലാത്തൊരു അനുഭവം തന്നെ എന്തായാലും പറയാണ്ട് വയ്യ.